വചനമൊഴി നവംബർ 28. വചനഭാഗം ഹെബ്രായർ 13:9-16, ലൂക്കായുടെ സുവിശേഷം 10:17-21. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ സുവിശേഷ വേലയ്ക്ക് അയച്ച 72 ശിഷ്യന്മാർ മടങ്ങി വന്ന് ഈശോയുമായി സംഭാഷണം നടത്തുന്ന വചനഭാഗമാണ്. ശിഷ്യന്മാർ തങ്ങളുടെ ദൗത്യത്തിൽ സന്തോഷിക്കുകയും ഈശോയോട് അനുഭവങ്ങൾ പങ്കുവെക്കുകയുമാണ്. കർത്താവിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും തങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് അവർ പറയുന്നു. തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തി എന്നതിലല്ല, സ്വർഗത്തിൽ തങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിൽ സന്തോഷിക്കുവാൻ ഈശോ അവരോട് പറയുകയാണ്. തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തുന്നതിനുള്ള ഏക മാർഗം കർത്താവിൻ്റെ നാമത്തോട് ചേർന്നിരിക്കുക, അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുക എന്നതാണ്. വിശുദ്ധരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പുറപ്പാട് 32:32, സങ്കീർത്തനം 69:28, ദാനിയേൽ 12:1, വെളിപാട് പുസ്തകം 3:5. അനുദിന ജീവിതത്തിൽ തിന്മയെക്കുറിച്ച് ആകുലതപ്പെടുന്നതിനേക്കാൾ നന്മ ചെയ്യുന്നതിൽ വ്യഗ്രതയുള്ളവരായി മാറാം. പ്രകാശം വരുമ്പോൾ അന്ധകാരം ഇല്ലെന്നാകുന്നതുപോലെ മിശിഹായോട് ചേർന്ന് ജീവിച്ചാൽ തിന്മയുടെ ശക്തികളെ ഭയപ്പെടേണ്ട, അതിനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യരാകുകയും ചെയ്യാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നത് പോലെ, ഇവിടെ നമുക്ക് ശാശ്വതമായ പട്ടണമില്ല. ശാശ്വതമായ പട്ടണം കർത്താവിൻ്റെ വാസസ്ഥലമാണ്. അവിടെ പേരെഴുതപ്പെടുക എന്നതായിരിക്കണം ഇഹലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനായി പിശാചിൻ്റെ കുടില തന്ത്രങ്ങളിൽ വീഴാതെ അവനെ കർത്താവിൻ്റെ നാമത്തിൽ പരാജയപ്പെടുത്തി വിശുദ്ധിയിൽ വളരാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.